ലൈഫ് എന്ന് പറഞ്ഞ ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അമ്പിളിശേഷിക്ക് ഇവിടെ വന്നിട്ടുണ്ടായ അനുഭവം രണ്ട് പ്രാവശ്യം വന്നതുള്ളൂ അല്ലേ? അതൊന്ന് കാണിക്കണം. സൂപ്പർവൈസർ ലെവലായി സൂപ്പർവൈസറിൻ്റെ അത് അവരോരോ കാര്യങ്ങൾ അപ്പോഴപ്പോഴും ഭഗവാൻ അവർക്ക് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ വാടക വീട് നിന്നൊരു മോചനം അതിനു വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. 1, 2 പ്രാവശ്യം വരുമ്പോൾ തന്നെ പലർക്കും നടക്കാതിരുന്ന പല കാര്യങ്ങളും നടന്നതായിട്ടൊക്കെ അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമസ്കാരം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഈ ഒരു തിക്കും തിരക്കും, എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു തിക്കും തിരക്കും ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തിക്കും തിരക്കിനും കാരണം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇവിടെ വന്ന് ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പൂജയിൽ ഒന്ന് പങ്കെടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ ശമനമുണ്ടാകുന്നു, പ്രാർത്ഥനകൾ സഫലമാകുന്നു എന്ന് ഒരുപാട് പേര് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സ്ഥലം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ ബോർഡർ സ്ഥലമായ പാരിപ്പള്ളിയിലാണ്. ഈ പാരിപ്പള്ളിയിൽ വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രം, ഈ ക്ഷേത്രത്തിൽ 100 കണക്കിന് ആളുകളാണ് പല ദിവസങ്ങളിലായി എത്തുന്നത്. വെള്ളിയാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന പൂജകളൊക്കെ നടക്കുന്ന ദിവസം. വെള്ളിയാഴ്ച കൂടാതെ വ്യാഴം, ഞായർ, ചൊവ്വ ദിവസങ്ങളിലും പൂജ നടക്കുന്നുണ്ട്. ഈ പ്രദേശത്തിൻ്റെ മാത്രമല്ല സംസ്ഥാനത്തിന് പുറത്തു നിന്നുമൊക്കെ 100 കണക്കിന് ആളുകൾ ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്നു എന്ന് പറയുന്നു. ചില ആളുകളുടെ പ്രതികരണം കൂടി ഞങ്ങൾക്കിതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അവരുടെ പ്രതികരണം കേൾക്കാം. കൊല്ലം. ഞാൻ ഡ്രൈവറാണ്. രണ്ടാമത് രൂപ അച്ഛനും അമ്മയോടെ വന്നു. യൂട്യൂബിൽ കണ്ടിട്ടായിരിക്കും വന്നല്ലേ? രണ്ടാമത്തെ തവണയാണ്. ഞാൻ ഇതുവരെ കുഴപ്പമൊന്നുമില്ല, മനസ്സമാധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്, സമാധാനമുണ്ട്. നേരത്തെ അമ്പലങ്ങളിലൊക്കെ പോകാറുണ്ടായിരുന്നോ? ഇല്ല, ഞാനിവിടെ ഈ ആദ്യമായിട്ട് രണ്ടാമതാണ്. ഞാൻ അങ്ങനെ അമ്പലങ്ങളൊന്നും പോകാറില്ല. അച്ഛനമ്മ ഇല്ല, ഞാൻ പോകാറില്ല, അച്ഛനമ്മ പോകാറുണ്ട്. ഇവിടെ വന്നപ്പോൾ പിന്നെയും വരാൻ തോന്നുന്നുണ്ടായിരുന്നു, വിശ്വാസമുണ്ട്. പറയുന്നുണ്ട്, ഒരു വിശ്വാസം നടക്കുന്നുണ്ട്. ഞാൻ നഗരൂരെന്ന്, ആറ്റിക്കര നഗരൂരെന്നാണ് വരുന്നത്. കിളിമാനൂരാണ്. ഇപ്പോൾ 3ാമത്തെ ആഴ്ചയാണ് വരുന്നത്. എങ്ങനെ? ഞാൻ ഈ യൂട്യൂബിൽ കണ്ടാണ് വന്നത്. കുഴപ്പം ഇല്ലാതാണൊക്കെ തോന്നുന്നുണ്ട്. നമ്മൾ വന്നിട്ട് 3 ആഴ്ചയായുള്ളൂ. അപ്പോൾ ഒരു 7 ആഴ്ച കണ്ടിന്യൂസ് വന്നൊരു പൂജ ചെയ്യാൻ പറയുന്നു. അതിപ്പോൾ 3 ആഴ്ചയായി. ഇനി ഒരു 4 ആഴ്ച കൂടെ അത് ചെയ്യണം. പിന്നെ അതിൻ്റെ 1-2 കണ്ടിന്യൂസ് എന്തായാലും ഒരു വേരിയേഷൻ കാണുന്നുണ്ട്. ഒരു മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു സന്തോഷമുണ്ട്. പറ്റും. അങ്ങനെയാണല്ലോ ഈ ആൾക്കാർ വരുന്നത്. നമ്മളൊക്കെ സ്ഥിരം അമ്പലങ്ങളിലൊക്കെ പോകുന്നവർ തന്നെ അങ്ങനെയാണല്ലോ ഇത് കണ്ടുപിടിക്കുകയും ഈ സ്ഥലം നമ്മളിങ്ങനെ വരികയും പാരിപ്പള്ളി വന്നാട്ടോ പിടിച്ച് ഇവിടെ വരികയും ഒക്കെ ചെയ്യുന്നു. മറ്റ് ഒരു സുഖം പോലെ ഉണ്ട്. ഞാൻ പോലീസിലായിരുന്നു, റിട്ടയറായി. ഇപ്പോൾ ഈ 31 റിട്ടയറായി. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു, സീരിയൽ സ്റ്റാഫായിരുന്നു. ഇപ്പം റിട്ടയറായി. കൊല്ലം. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അല്ലല്ല, ഞാൻ എൻ്റെ സഹോദരിയുടെ കൊത്താളിയും പറഞ്ഞിട്ട് വന്നു. ആളെയും 7 ആഴ്ച ഇവിടെ വന്ന് ഭയങ്കര മാറ്റങ്ങളുണ്ട്, നല്ല ഇതൊക്കെയാണ് നടക്കുന്നു. അതുകൊണ്ട് എന്നെ വന്ന് പറഞ്ഞു, ഇപ്പോൾ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് വരുന്നത്. വന്നാൾ ഇവിടെ ഉണ്ട്, പെങ്ങളുണ്ട്, ഭാര്യയുണ്ട്, മോനുണ്ട്, എല്ലാവരും ഉണ്ട്. ഉണ്ട്. അതുകൊണ്ടാണ് വന്നത്. കണ്ടായിരുന്നു, അവിടെ ഒന്നും സംസാരിച്ചില്ലേ? നേരത്തെ സംസാരിച്ചില്ലേ? അതാണ് ആളി.
ഓക്കെ, എത്ര പ്രാവശ്യം വന്നൂടെ? ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത്. യൂട്യൂബിൽ കണ്ടിട്ടാണോ? എൻ്റെ മോൾ എന്നെ വിളിച്ചു പറഞ്ഞ് ഇതാണ് അമ്മ ഇങ്ങനെ ഒരു അമ്പലമുണ്ട്, അമ്മച്ചി ഒന്ന് പോയിട്ട് വരാം. അങ്ങനെ ഞാൻ ഹെർബാ ലൈഫിൽ വർക്ക് ചെയ്യുന്നതാണ്. 9 മാസം കൊണ്ട് ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. ഇതുവരെ സൂപ്പർവൈസർ ലെവലിൽ ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ വന്ന് ഈ ഗുരുതി പൂജയും ലക്ഷ്മി പൂജയൊക്കെ നടത്തി. കഴിഞ്ഞ മാസം തന്നെ ഞാൻ സൂപ്പർവൈസറായി, സൂപ്പർവൈസർ ലെവലിലായി. പിന്നെ ഈ മാസം പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഒറ്റ പ്രാവശ്യം. എൻ്റെ പേര് അമ്പിളി, ഹെർബാ ലൈഫിൽ വർക്ക് ചെയ്യുന്നു. വെളിയത്താണ് സെൻറ്റർ, വെളിയത്ത്. ഹെർബാ ലൈഫ് എന്ന് പറഞ്ഞ ഒരു വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അമ്പിളി ചേച്ചിക്ക് ഇവിടെ വന്നിട്ടുണ്ടായ അനുഭവം രണ്ട് പ്രാവശ്യം വന്നതേ ഉള്ളൂ അല്ലേ? അതൊന്ന് കാണിക്കണം. എൻ്റെ സൂപ്പർവൈസർ ലെവലായി. സൂപ്പർവൈസർ എൻ്റെ അപ്പം ജോലി സംബന്ധമായ ഒരു കാര്യം പ്രാർത്ഥിച്ചാണ് അമ്പിളി ചേച്ചി ഇവിടെ വന്നത്. അപ്പോൾ 2 പ്രാവശ്യം വന്നപ്പോൾ തന്നെ വന്നു സൂപ്പർവൈസറായി. അപ്പോൾ ഇനിയും എനിക്കൊരു വേൾഡ് ടീമിലോട്ട് പോകണം. അടുത്ത ഈ മാസം 2500 വോളിയം പോയിന്റ് അച്ചീവ് ചെയ്ത് 4 മാസം കൊണ്ട് നമ്മൾ 2500 വോളിയം പോയിന്റ് അച്ചീവ് ചെയ്ത് പിന്നെ വേൾഡ് ടീമിലോട്ട് ഞാൻ പോകും. എന്തായാലും ഇവിടെ വന്ന പ്രാർത്ഥനയുടെ ഫലമാണെന്ന്. ശരി, അമ്പിളി ചേച്ചി വലിയൊരു അനുഭവമാണ് പങ്കുവച്ചത്. ഇപ്പോൾ ജോലിയിൽ ഉയർച്ച കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു വന്ന് 2ാമത്തെ ആഴ്ചയിൽ തന്നെ അവർക്ക് ആ ജോലിയിൽ ഒരു ഉയർച്ച കിട്ടിയിരിക്കുന്നു. ഹെർബാ ലൈഫ് എന്ന് പറഞ്ഞ വലിയൊരു കമ്പനിയിൽ സെയിൽസ് സൂപ്പർവൈസറായിട്ട് ഉള്ള ഒരു സ്ഥാനക്കയറ്റം ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. മറ്റുള്ളവരുടെ അനുഭവങ്ങളൊക്കെ ഞാൻ കേരളപുരം കൊല്ലം. ഞാൻ ഇപ്പം വന്നതേ ഉള്ളൂ. ഇന്നലെ തൊട്ട്. കുടുംബം എല്ലാവരും ഉണ്ടോ? എല്ലാവരും അതുപോലെ മോളെ ജോലിക്ക് വേണ്ടിയാണ് വന്നത്. നമ്മള് പിന്നെ PG ഒക്കെ പഠിച്ചിട്ടിരിക്കുക. ജോലി ഇതുവരായി HDC കഴിഞ്ഞിട്ടിരിക്കുക. ഇങ്ങനെ ഇറങ്ങി വന്നതാണ്. യൂട്യൂബിൽ കണ്ടുവന്നതാണ്. മോള് വന്നില്ല. ഞാനാ അല്ല, അനിയത്തിന്റെ മോന് അസുഖമായിട്ട് ആശുപത്രി കിടക്കും. മോന് കിഡ്നി മാറ്റി വെച്ചതാണ്. ഇപ്പൊ ക്രിയാറ്റിൻ കൂടുതൽ 3 വെള്ളിയാഴ്ചയായി അനിയത്തി വന്നിട്ട്. 3ാമത്തെ വെള്ളിയാഴ്ച കൂടിയും കുറഞ്ഞും നിൽക്കുന്നു. എന്നാലും 14,000 ഇപ്പൊ 7ൽ നിൽക്കുകയാണ്. യൂട്യൂബ് കണ്ട് 38 വയസ്സ്. ഒരു മോനുണ്ട്. അനുജത്തിന്റെ മോനാണ് എൻ്റെ. കഴിഞ്ഞ അനിയത്തിയാണ് കൊടുത്തത് മോനെ. കൊടുത്തത് അല്ല, നെയ്യാറ്റിൻകര ലിംസിലായിരുന്നു ഓപ്പറേഷൻ. അവിടെയാണ് കിടക്കുന്ന മോനിപ്പം. അനിയത്തി വന്നിട്ടുണ്ട്. ഇന്നത്തെ പൂജയ്ക്ക് വന്നിട്ടുണ്ട്. ആശുപത്രിയിലാണ്, അഡ്മിറ്റാണ്. ക്രിയാറ്റിൻ കൂടിയും കുറഞ്ഞു നിൽക്കുന്നു. എൻ്റെ പേര് പ്രസന്ന. അനിയത്തിന്റെ പേര് കുമാരി. അവിടെ ഉണ്ട്, ഞാൻ വിളിക്കാം. കുമാരി എന്നാണ് പേര്. കുമാരി എന്നാണ് പേര്. അപ്പോൾ നമ്മൾ ഈ പ്രസന്റ് ചേച്ചിയോട് സംസാരിച്ചു. അപ്പോൾ മകനൊരു സർജറി ഒക്കെ കഴിഞ്ഞല്ലേ? സർജറി കഴിഞ്ഞ് നിംസ് ഹോസ്പിറ്റലായിരുന്നു. 1.25 കൊല്ലമായി. ഇപ്പം വീണ്ടും ക്രിയാറ്റിൻ കൂടുതലും അങ്ങനെ അഡ്മിറ്റാണ്. ഈ 1.25 കൊല്ലം മുമ്പ് ചേച്ചി തന്നെയാണ് ഞാനാണ് കൊടുത്തത്. ഈ ഒരു അമ്പലത്തിൽ ഇപ്പം നമ്മൾക്ക് ഓരോ ആപത്തുകളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴാണല്ലോ നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ വരുന്നത്. അപ്പോൾ ഈ പാരിപ്പള്ളിയിലുള്ള വവ്വാക്കുന്ന് ക്ഷേത്രത്തിൽ ഇപ്പോൾ ചേച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചേച്ചിയെ കാണുന്നത്. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ചേച്ചിയുടെ ജീവിതത്തിൽ എങ്ങനെയുണ്ട്? മോന് മാറ്റമുണ്ട്. ഞാനിപ്പോൾ ഇത് 3ാമത്തെ ആഴ്ചയാണ് ഈ പൂജയ്ക്ക് വരണത്. ഇപ്പം കുറച്ച് മാറ്റമുണ്ട്. പക്ഷെ ക്രിയാറ്റിൻ കൂടിയും കുറഞ്ഞു നിൽക്കുന്നുണ്ടല്ലേ? അതിന്റെ ഒരു വിഷമമുണ്ട്. ക്രിയാറ്റിൻ കുറഞ്ഞ വേറെ കുഴപ്പമൊന്നുമില്ല. കിഡ്നിക്കൊന്നും കുഴപ്പമില്ല. അവര് സ്കാൻ ചെയ്ത് നോക്കി. ഈ ഒരു അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ഈ ഇവിടുത്തെ ദൈവം വിളിക്കായിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. വിശ്വാസമുണ്ട്. ഞാൻ യൂട്യൂബിൽ കണ്ടു വന്നതാണ്. ഇപ്പൊ ചേച്ചി മാത്രമല്ല, ചേച്ചിയുടെ അനിയത്തി കൂടെ വന്നിരിക്കുകയല്ലേ? സാധാരണ ചേച്ചിയാണ് വന്നിരിക്കുന്നത്. അവരും ഇത് ചേച്ചിയുടെ ആ ഒരു ആഗ്രഹം നടത്തിത്തരണമെന്ന് പ്രാർത്ഥിച്ചാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? എന്തായാലും നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. പ്രതീക്ഷയുണ്ട്. എന്റെ കൊച്ചിന് നാളെ ക്രിയാറ്റിൻ കുറച്ച് തരണം ഭഗവാൻ. ഇതുപോലെ ഒരുപാട് പേര് അവരുടെ സങ്കടങ്ങൾ പ്രാർത്ഥിച്ച് അതിന് ഫലം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഈ കുമാരി ചേച്ചിയുടെ മകൻ്റെ കാര്യം പറഞ്ഞാൽ 38 വയസ്സുള്ള മകൻ്റെ ഒരു വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടന്നു. ഈ
ചേച്ചിയാണ് അവർക്ക് വൃക്ക നൽകിയത്. ഇപ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർ ഈ അമ്പലത്തെ പറ്റി കേട്ടറിഞ്ഞതിലൂടെ വന്നതും. അവരുടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന കേൾക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മറ്റൊരാളുടെ പ്രതികരണം കേൾക്കാം. കൊല്ലത്തുനിന്നാണ്. ഇതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ്? നാലാമത്തെ പ്രാവശ്യം. ഈ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശമായിരിക്കുമല്ലോ വന്നത്. അപ്പോൾ അത് നടക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ട്. മാറ്റമുണ്ട്. ശരി. ചേച്ചി വീട്ടിൽ നിന്ന് മക്കളൊക്കെ വന്നിട്ടുണ്ടോ? ചേച്ചി നിങ്ങൾ രണ്ടുപേരുടെയാണോ എല്ലാ ആഴ്ചകളിലും വരാറുണ്ട്? അപ്പോൾ എന്താ പേരെങ്ങനെ? കൊല്ലത്ത് തന്നെയാണോ? നിങ്ങൾ കൊല്ലത്ത് എവിടെയാണെന്ന് പറഞ്ഞാൽ കൊട്ടിയതാണ്. ഇവിടെ വന്നിട്ട് ഒരുപാട് പേരൊക്കെ കാണുന്നുണ്ടല്ലോ. കുറേ പേരൊക്കെ ഇവിടെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുന്നു, കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് ചിലരൊക്കെ പറയുന്നു. വിശ്വാസം തന്നെയാണോ? ഉദ്ദേശിച്ച കാര്യത്തിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? മാറ്റം വന്നോണ്ടിരിക്കുന്നല്ലേ? ചേച്ചി എവിടെ നിന്നായിരുന്നേ? നമ്മുടെ കടക്കൽ ചിതറ. ശരി. ആരൊക്കെ വന്നിട്ടുണ്ട്? ചേച്ചി മാത്രമേ വന്നിട്ടുള്ളൂ. ചേച്ചി എന്താണ് എത്രാമത്തെ പ്രാവശ്യമായിരുന്നു? ആദ്യമായിട്ടുള്ളത്. ആരെങ്കിലും പറഞ്ഞു കേട്ടതാണോ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടോ? എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്ന് അവരും വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു. അവരനുഭവം എന്തായിരുന്നു പറഞ്ഞോ? അവരുടെ മകന് ജോലി സംബന്ധമായ അത് ഈ പറഞ്ഞ 7 ആഴ്ച വന്നപ്പോൾ തന്നെ നടത്തുന്നതാണ്. 6ാമത്തെ ആഴ്ച നടന്നു. ഓക്കെ. അപ്പോൾ ചേച്ചിയും അതുപോലെ എന്തെങ്കിലും കാര്യം ഉദ്ദേശം വന്നാൽ മകൻ്റെ വിദ്യാഭ്യാസമായിട്ടൊരു തടസ്സമുണ്ട്. മകൻ ഏത് ക്ലാസ് പഠിക്കുന്നു? ഇപ്പോൾ അക്കൗണ്ടിങ് കഴിഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ പുറത്തോട്ട് പോയി പഠിക്കണമെന്നുള്ളൊരു താല്പര്യത്തിൽ നിൽക്കുന്നു. അതിന് തടസ്സമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന് തടസ്സങ്ങളൊക്കെ ശരിയാവുമല്ലേ? അങ്ങനെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓക്കെ. അത് തന്നെയാണ് ഈ പല ആൾക്കാരും മക്കളുടെയൊക്കെ വിദ്യാഭ്യാസം സംബന്ധിച്ച കാര്യങ്ങളുമായപ്പൊക്കെയാണ് വരുന്നത്. ഈ ലക്ഷ്മി നാരായണ പ്രതിഷ്ഠ, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെ ദേവിയാണ്. വിദ്യാഭ്യാസത്തിനൊക്കെ ഉയർച്ച കിട്ടാൻ പല ആൾക്കാരും ഇവിടെ വന്ന് പൂജകളൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അവർക്കൊക്കെ തന്നെ ജോലിയും വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയൊക്കെ കിട്ടുന്നതാണ്. ചേച്ചി എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ കരുതിയിട്ടാണല്ലോ വന്നതല്ലേ? എത്രാമത്തെ പ്രാവശ്യമായിരുന്നു? ആദ്യമായിട്ട് വരെയാണ്. എവിടെയാണ് സ്ഥലം? നാവായിക്കുളം. നാഗർകോവിൽ. ഓക്കെ. അപ്പോൾ നമ്മൾ മുൻപും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഖ്യാതി ഈ ഒരു സംസ്ഥാനം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരുന്നു. ഇപ്പോൾ തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നു. നാഗർകോവിലിൽ നിന്ന് ചേച്ചി എങ്ങനെയാണ് ഈ അമ്പലത്തെ പറ്റി കേട്ടെ? എൻ്റെ അച്ഛൻ ഗൾഫിലാണ്. അച്ഛൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നത് യൂട്യൂബ് വഴി ഇത് കണ്ടതായിരിക്കും അല്ലേ? അപ്പോൾ ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് വന്നത്? ഇന്ന് ആദ്യമായിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വന്നത് ഇവിടെയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് പേരൊക്കെ ഇതുപോലെ ഇങ്ങനെ പറയുന്നുണ്ട്. വിശ്വാസമുണ്ട്. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ കാര്യം നടക്കുമ്പോൾ കൃത്യമായിട്ടൊരു പ്രതികരണം തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്ത് കാര്യമാണ് മനസ്സിൽ ഉദ്ദേശിച്ച് വന്നത്? ഹസ്ബൻഡ് ജോലിയാണ്. വിദേശത്തല്ലേ? ഇവിടെ തന്നെ. അദ്ദേഹം എന്ത് സംബന്ധിച്ച ജോലിയാണ് നോക്കുന്നത്? ബാങ്ക് ടെസ്റ്റ്. അതിൽ എന്തായാലും ഉയർച്ച ഉണ്ടാവട്ടെ. ചേച്ചിയുടെ ആഗ്രഹം സമരമായിട്ട്. ഇപ്പോൾ ചേച്ചി ഒറ്റയ്ക്കാണോ വന്നത്? ചേട്ടനുണ്ട്. അപ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങൾ ആണ് ഈ നാഗർകോവിലിൽ നിന്ന് ആ ഒരു ചേച്ചി എത്തിയത്. ചേട്ടൻ്റെ പേരെന്താണ്? യശോധരൻ. ഇവിടെ അടുത്ത് വെളിയത്ത് നിന്നാണ്. ഇവിടെ ആദ്യമായിട്ടാണോ? അല്ല, ഇതിപ്പം മൂന്നാമത്തെ ദിവസം. പറയുന്നതൊക്കെ ഒരുപാട് പേരൊക്കെ പറയുന്നു 7 ആഴ്ചക്കകത്ത് കാര്യം നടക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ചേട്ടൻ എന്തെങ്കിലും വിശ്വാസമുണ്ട്. എത്രാമത്തെ പ്രാവശ്യം ഇവിടെ? ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ വീണ്ടും വന്നു. പ്രധാനമായിട്ടും മീഡിയ വഴി യൂട്യൂബ് വഴിയൊക്കെ ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാണുകയും ഭഗവാന്റെ അടുത്തുനിന്ന് വരണമെന്ന് താല്പര്യം വരികയും രണ്ടാമത്തെ പ്രാവശ്യം എത്തിയിരിക്കുകയാണ്. ഇപ്പം എൻ്റെ ശരിക്കുള്ള ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഇവിടുത്തെ അനുഗ്രഹം 16 വർഷമായിട്ട് വാടകയ്ക്കാണ്. അപ്പോൾ അതിൽ നിന്നൊരു മുക്തി നേടണം. സ്വന്തമായൊരു വീടില്ല? ഇല്ല. 16 വർഷമായി എൻ്റെ ഭാര്യയും മോളും ഡിപ്രഷൻ്റെ അസുഖമാണ്. ഞാൻ പുറത്തായിരുന്നു. പക്ഷേ അതെല്ലാം നഷ്ടപ്പെട്ടു. 23 വർഷമായി നാട്ടിലാണ്. കിട്ടുന്ന ജോലിയെ ചെയ്ത് ഇവരുടെ സംരക്ഷണവും. അപ്പോൾ ഈ വാടക വീട് നിന്ന് ഒരു മോചനം, അതിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. സ്വന്തമായി സ്ഥലമുണ്ടോ? സ്വന്തമായിട്ട് സ്ഥലമെന്ന് പറഞ്ഞാൽ അത് ഒരു 4 സെൻറ്റ് അത് വയലാണ്. അവിടെ വീടൊന്നും വയ്ക്കാനുള്ള സാഹചര്യം പറ്റത്തില്ല. അപ്പോൾ അതിനുള്ള ഫിനാൻഷ്യൽ സോഴ്സും ഇല്ല. ഇങ്ങനെയൊക്കെ പലരെയൊക്കെ കാണുന്നു. ആ ഒരു
പ്രതീക്ഷ അത് ഇവിടെ നിന്ന് ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാകണം, ഉണ്ടായിത്തീരുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കണ്ടപ്പോൾ ഈ വീട് വെക്കാൻ വേണ്ടിയിട്ട് മണ്ണ് പൂജയൊക്കെ ചെയ്യണമെന്നൊക്കെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും പൂജകളൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇന്ന് കുരിശിയാണ്. അപ്പോൾ ഇന്നേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ സാമ്പത്തികമായിട്ടൊന്നുമില്ല, യഥാശക്തി പോലെ കാര്യങ്ങളെല്ലാം നേടിയതിനു ശേഷം ഭഗവാൻ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് അവിടെ സമർപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക, പ്രാർത്ഥിക്കുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന ശേഷം എനിക്ക് നല്ല ചില മാറ്റങ്ങൾ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം ഒരു പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. ആ ഒരു ചൈതന്യം എൻ്റെ ആ പ്രതീക്ഷയെല്ലാം നിറവേറ്റാനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് ഒരു പ്രാർത്ഥന. പ്രധാന ഭാരവാഹിയായിട്ടുള്ള ജയദേവൻ അദ്ദേഹം തിരക്കിലാണ്. ഇവിടെ എത്തുന്ന ആയിരക്കണക്കിന് ഭക്തരെയൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ കേട്ട് പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കുന്ന തിരക്കിലാണ്. എന്നാലും അദ്ദേഹത്തിനോട് ഒന്ന് രണ്ട് വാക്കുകൾ ചോദിക്കാതെ വയ്യ. ഈ മറ്റു അമ്പലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടെ ഈ മറ്റമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ പല വലിയ 10,000-ങ്ങളും ലക്ഷങ്ങളും ഒക്കെ മുടക്കിയുള്ള പൂജകൾ പറയുന്നു. പക്ഷെ ഞങ്ങളിപ്പോൾ കുറേ പേരോട്ടൊക്കെ സംസാരിച്ചപ്പോൾ അങ്ങ് പറഞ്ഞത് വന്ന് പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും നടന്നാൽ ഭഗവാൻ എന്തെങ്കിലും സമർപ്പിക്കുക, അങ്ങനെയാണല്ലേ? വന്ന് പ്രാർത്ഥിക്കുക, അവർക്ക് എന്തെങ്കിലും നടന്നാൽ ഭഗവാനെ പ്രാർത്ഥിക്കുക. പിന്നെ അവർക്ക് ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി ചെറിയ ചെറിയ പൂജകൾ ഇവിടെ ചെയ്തു. അത് അവർക്ക് ഫലിക്കുകയും ചെയ്തു. 10,000 ഇവിടെ മൊത്തം ചെയ്താൽ 10,000 രൂപ ആവില്ല. ഒരു 1.5 മാസം പൂജ ചെയ്താൽ 10,000 രൂപ ആവില്ല. ഓരോ അമ്പലങ്ങളിൽ 25,000, 30,000 എഴുതിയിരുന്നത്, ലക്ഷങ്ങളും ഒക്കെയാണ് അവിടെ. ഇവിടെ മൊത്തം പൂജ 1.5 മാസം ചെയ്താൽ 10,000 രൂപ ആവില്ല. 1.5 മാസത്തേക്കാണ് പൂജ. 7 ആഴ്ച ഒരു ഗുരുതി പൂജ, 7 ആഴ്ച ലക്ഷ്മി പൂജ, ശനീശ്വര ഹോമം ഒരാഴ്ച, നരസിംഹോമം ഒരാഴ്ച, സ്വർശനോമം ഒരാഴ്ച, അങ്ങനെ 7 ആഴ്ചയാണ് നമ്മൾ ചെയ്യുന്നത്. അത് അവരോരോ കാര്യങ്ങൾ അപ്പോഴപ്പോഴും ഭഗവാൻ അവർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മളെ അനുഭവം. നാളെ ഭഗവാൻ കൽപ്പിക്കുന്നതൊക്കെ ആവും. നമ്മളാരും അല്ലല്ലേ എല്ലാം. മറ്റൊരു സംശയം, ഈ 7 ആഴ്ചകളാണ് പറയുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് ഒരു പ്രാവശ്യം വന്നു കഴിയുമ്പോൾ തന്നെ അവരുടെ കാര്യമൊക്കെ നടന്നു കഴിയുന്നു. ഒരാഴ്ച വരുമ്പോൾ തന്നെ അല്ല, അതല്ല, ചിലർ വീട്ടിൽ നിന്ന് നേരം വന്നതിന് അവരാവശ്യം നടക്കുന്നു. അവർ കുട്ടികളുണ്ടാകുന്നവർ അവിടെ നിന്ന് നേരുന്ന അവർ കുട്ടികളുണ്ടായി പ്രസവിച്ചിട്ട് കുട്ടിയെ കൊണ്ട് ചോറ് കൊടുക്കാൻ വരുമ്പോൾ നമ്മൾ അറിയുന്നത് ഇവിടെ നേർന്ന കുട്ടിയാണെന്ന്. അപ്പോൾ ഈ നമ്മുടെ ഈ ആവശ്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ വരാതിരുന്നാൽ അതൊരു ദോഷമായി ഭവിക്കും. അത് ഭഗവാനും അവരുമായിട്ടുള്ള ഒരു ബന്ധം. നമ്മൾ 7 ആഴ്ച വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വരണം. 7 ആഴ്ച വരണില്ല, എല്ലാ ആഴ്ച എല്ലാവർക്കും ഒരു സ്ത്രീയൊക്കെ വരാക്കൂല. അവരൊക്കെ ഒക്കുന്ന ആവശ്യങ്ങളിൽ വരിക. 7 ആഴ്ച ഒരു സ്ത്രീക്ക് ഒരുമിച്ച് വരാക്കൂല. അപ്പോൾ ഇതിനിടയിലൊക്കെ അവർ മുടക്കം വരും. അതിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന് രണ്ടാമത് നമ്മൾ പൂജ പ്രത്യേകമായിട്ട് പൈസ ഒന്നും വാങ്ങിക്കാൻ അവർക്ക് ചെയ്തു. അങ്ങനെയും ചെയ്യും, ഒരു ബുദ്ധിമുട്ടും വരില്ല. വരുന്ന ഭക്തർക്ക് അവരാവശ്യം നടക്കാൻ വേണ്ടി എന്ത് കാര്യവും ചെയ്തു. ഇവിടെ പൈസ പ്രധാനമല്ല, പൈസ ഉണ്ട് പോലില്ല, ഒരാരോടെയും പൈസ ചോദിക്കില്ല, അവർക്കുള്ളതിനെ കൊടുത്താൽ പോവാം. അതാണ് ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവിയാണ് ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ലഭിച്ചു കഴിഞ്ഞാൽ ഈ ധനപരമായിട്ടുള്ള പ്രശ്നം, കടബാധ്യത, പിന്നെ വസ്തു സംബന്ധമായ തർക്കങ്ങൾ, വിദ്യാഭ്യാസ സംബന്ധമായ വിഷയങ്ങൾ, ഇതിലൊക്കെ പരിഹാരം കാണാൻ കഴിയുമെന്ന് ഇവിടെ വരുന്ന പലരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നാരായണായ നമോ നമഃ. ഓം പൂർണ്ണമദം പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ. പഠനമോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനൊക്കെ പുരോഗതിക്ക് ഉണ്ടോ എന്തെങ്കിലും? ആദ്യത്തെ പ്രാവശ്യം വന്നത് മോൻ്റെ ഒരു ജോലി ആവശ്യമായിട്ട് വന്നതല്ലേ? മകൻ എന്ത് പഠിച്ചു കഴിഞ്ഞിട്ട് നിൽക്കണോ? എന്ത് പഠിച്ചിട്ടാണ്? വിദേശത്ത് ജോലി. അപ്പോൾ വിദേശത്ത് ജോലിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള? ഉണ്ട്. എവിടെയാണ് സ്ഥലം ചോദിച്ചത്? എൻ്റെ സ്ഥലം കൊട്ടാരക്കര. പിന്നെ ഇവിടെ ഈ
ഇത്രയും നൂറുകണക്കിന് ആളുകളൊക്കെ വന്നിരുന്നു. പലരും നല്ല അനുഭവങ്ങളൊക്കെ പറയുന്നു, കേൾക്കുമ്പോൾ തോന്നുന്നു. നല്ല അനുഭവം തന്നെ അവർ പറഞ്ഞ കാര്യം സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറിഞ്ഞാണ് നമ്മൾ നിന്നത്. 7 ആഴ്ച വരണം. എന്തൊക്കെ പൂജ ചെയ്യണമെന്ന് പറഞ്ഞു? ഇവിടെ കാര്യസിദ്ധി പൂജ, നമ്മുടെ കാര്യം മനസ്സിൽ ആലോചിച്ചിട്ട് അത് നടത്തുകയാണ്. എത്ര ആദ്യമായിട്ടാണോ വരുന്നത്? ഇല്ല, ഇത് 5ാമത്തെ പ്രാവശ്യം. ഈ പറയുന്ന കണക്കൊക്കെ ഉള്ളതാണ്. ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. അമ്മയ്ക്ക് അങ്ങനെ അനുഭവം എന്തെങ്കിലും ഉണ്ടായോ? ഇത് വന്നിട്ടില്ല. ഈ 2 പൂജ കൂടെ കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. യൂട്യൂബ് വഴി കണ്ടതാണ്. അമ്പലങ്ങളിലൊക്കെ പോകുമായിരുന്നല്ലോ. പോയി. അപ്പോൾ അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ വിളി കേൾക്കും എന്നുള്ള ഓരോരുത്തരുടെ അനുഭവം വെച്ച് പറഞ്ഞ് അങ്ങനെ അറിഞ്ഞു വന്നതാണ്. പൂജയിലൊക്കെ പങ്കെടുത്തു? പൂജയിലെല്ലാം പങ്കെടുത്തു. നമ്മുടെ കൂടെ ആരൊക്കെ വന്നിട്ടുണ്ട്? എൻ്റെ കൂടെ വേറൊരു സ്ത്രീയും കൂടെ വന്നിട്ടുണ്ട്. ബസ്സിനാണ് വന്നത്. കുരുതി പൂജ. എത്രാമത്തെ പ്രാവശ്യമാണ്? ഇതിപ്പോ എനിക്ക് 4ാമത്തെ പൂജ. വന്നിട്ട് എന്തെങ്കിലും പ്രത്യേകത ജീവിതത്തിലുണ്ടായോ? പിന്നെ മാറ്റങ്ങളുണ്ടായല്ലോ. എവിടെ നിന്നാണ് വരുന്നത്? ആറ്റിങ്ങൽ. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചത് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് ആറ്റിങ്ങൽ വരുന്നത്? പോട്ടെ, അതിനകത്ത് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ ആ വിചാരിച്ച കാര്യത്തിന്? മാറ്റങ്ങളുണ്ടായി വരുന്നു. എങ്ങനെയാണ് ഈ അമ്പലത്തെ പറ്റി കേട്ടത്? ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. അപ്പോൾ ഫേസ്ബുക്കിൽ കാണുന്ന കാര്യങ്ങളൊന്നും നമുക്ക് എല്ലാം വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് നമുക്ക് വിശ്വാസമായോ? വിശ്വാസമാണ്. ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ, 100 കണക്കിന് ആളുകൾ ഇരിക്കുമല്ലോ. എല്ലാവരും പറയുന്നവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നു പറയുന്നു. ഉണ്ട്. അപ്പോൾ ഇന്ന് പുലർച്ചെ ആരംഭിച്ച ഈ ഒരു പൂജയിൽ പങ്കെടുത്ത് 100 കണക്കിന് ആളുകൾ മടങ്ങുന്ന ഒരു കാഴ്ച ഇപ്പോൾ കാണാം. വീണ്ടും അടുത്ത ആഴ്ചയിൽ കൃത്യമായിട്ട് ഇവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മനസ്സിന് ഒരുക്കം ഇപ്പോഴേ നൽകിക്കൊണ്ടാണ് ഇവരിവിടെ നിന്ന് പടിയിറങ്ങുന്നത്. തങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ വന്ന് ചിലർക്കൊക്കെ വന്ന് 1-2 പ്രാവശ്യം തന്നെ വരുമ്പോൾ തന്നെ ആ 7 ആഴ്ച വരണമെന്നാണ് ഇവിടെ നിന്ന് നിർദ്ദേശിക്കുന്നെങ്കിൽ പോലും 1-2 പ്രാവശ്യം വരുമ്പോൾ തന്നെ പലർക്കും നടക്കാതിരുന്ന പല കാര്യങ്ങളും നടന്നതായിട്ടൊക്കെ അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയിലൂടെയാണ് ഇവർ ഇപ്പോൾ ഇവിടെ നിന്ന് പടിയിറങ്ങുന്നത്. വീണ്ടും അടുത്ത ആഴ്ച കൃത്യമായി വരുമെന്ന് തന്നെയാണ് പലരും ഞങ്ങളോടൊക്കെ പ്രതികരിച്ചത്. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒന്നുകൂടി പറയാം. ഇത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ ബോർഡറാണ്. പാരിപ്പള്ളിയിലാണ്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് പുറകുവശത്തായിട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു ഗ്യാസ് പ്ലാന്റ് ഉണ്ട്. ഈ പ്ലാന്റിന് സമീപത്ത് ആണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. വവ്വാക്കുന്ന് ലക്ഷ്മി നാരായണ ക്ഷേത്രം എന്നാണ് ഈ ഒരു അമ്പലത്തെ അറിയപ്പെടുന്നത്. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ അമ്പലത്തിൽ വരുന്ന ആളുകളുടെയൊക്കെ അനുഭവങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേർക്ക് നല്ല അനുഭവങ്ങളുണ്ട്. ഒരുപാട് പേര് നല്ല അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും അത്തരത്തിലുള്ള ആളുകളുടെ നല്ല അനുഭവങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറാമാൻ വിപിൻ വേണൂരിനൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.